ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ കണ്ണാടിയിൽ വന്ന് നിന്നിട്ട് അണിഞ്ഞൊരുങ്ങി എൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പി എന്ന് പറഞ്ഞാൽ വളരെയധികം ഹാപ്പിയാണ്. ബിക്കോസ് ഒരു 2-2.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരെയും കാണാൻ വേണ്ടി പോവുകയാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഗെറ്റ് ടുഗെദർ അല്ല. വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന സാറിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് ഞങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും മീറ്റ് ചെയ്യാൻ ലേറ്റായല്ലോ എന്നുള്ള ചിന്തയിലിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെ ഒരു മാരേജ് ഫംഗ്ഷൻ വന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മളുടെ എന്താ പറയുക തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഞങ്ങളിന്ന് എല്ലാവരും കൂടി കാണുകയും കൂടി ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മളിന്ന് മാരേജിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീലത മിസ്സും സരിത മിസ്സും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒപ്പമാണ് കേട്ടോ പോയത്. അപ്പോൾ ഓട്ടോയിൽ കയറിയ പാടെ തന്നെ ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ. അവിടെ എത്തിയപ്പോൾ ബാക്കി ടീമുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്താ പറയുക, ഞാൻ ഒരു 2.5 വർഷമായപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ കണ്ടതിന് ശേഷം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനും നല്ലൊരു ഹാപ്പി മൊമെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. കോളേജിൽ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടം ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ് കേട്ടോ പ്രധാനപ്പെട്ട ഞങ്ങളെ വിഷമം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സാറിനെ കണ്ടു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ കമൽ സാറിനെ കണ്ടു. സാറിൻ്റെ മോള് അവിടെ എന്താ പറയുക തിരക്കായിരുന്നു കേട്ടോ. നമ്മളുടെ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ഉച്ച ടൈം ആയിരുന്നല്ലോ. അപ്പോൾ അവരെയൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി. നല്ല നീറ്റ് ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നല്ല ഹൈദരാബാദി മന്തിയും അതുപോലെ തന്നെ മട്ടൻ ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു തണുത്ത ഇളനീർ പായസമൊക്കെ കുടിച്ചു. ഐസ്ക്രീം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് അത്ര താല്പര്യമില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സെൽഫി എടുക്കാതെ പറ്റില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എല്ലാവരെയും കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഇന്നോട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഇനിയും ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കാണുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ടാറ്റാ ബൈ, സീ യു.